സംസ്ഥാന ഗവൺമെന്റ് സമസ്ത മേഖലയിലും ജനദ്രോഹ നടപടികൾ തുടരുന്നതായി ബിജെപി സൗത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വി.സി. വർഗീസ് പറഞ്ഞു. വന്യജീവികൾ മനുഷ്യനെ ഒന്നിനു പിറകെ ഒന്നായി കൊല്ലുമ്പോഴും സർക്കാർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത്. വന്യജീവികളിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കുവാൻ അനുവദിച്ചിട്ടുള്ള പണം വകമാറ്റി ചെലവഴിക്കുന്നതിലൂടെ വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള പദ്ധതികൾ പേപ്പറുകളിൽ മാത്രം ഒതുങ്ങുകയാണ്. ഇടുക്കി ജില്ലയിലെ ഭൂനിയമങ്ങളിലും പട്ടയ വിഷയത്തിലും സർക്കാർ ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്ന ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കിയതിൽ ഇടത് സർക്കാരിന്റെ പിടിപ്പുകേട് കാരണമായെന്നും വി.സി. വർഗീസ് പറഞ്ഞു. മുണ്ടക്കയം 35-ാം മൈലിൽ വന്യജീവി ആക്രമണത്തിലെ സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ബിജെപി സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ജില്ലയില് കാലങ്ങളായിട്ടുള്ള വന്യജീവി ആക്രമണം കഴിഞ്ഞ 14 മാസത്തിനുള്ളിൽ നമ്മുടെ ജില്ലയിൽ 9 വിലപ്പെട്ട മനുഷ്യജീവികളാണ് വന്യജീവി ആക്രമണത്തിൽ നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അത് നമ്മൾ സംസ്ഥാന തലത്തിലേക്ക് കടന്ന് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ 14 മാസത്തിനുള്ളിൽ ഇന്നലെ തൃശ്ശൂര് ഉണ്ടായ വന്യജീവി ആക്രമണത്തിൽ മരിച്ച ആളുടെ എണ്ണം കൂടി കൂട്ടുമ്പോൾ കഴിഞ്ഞ 14 മാസത്തിനുള്ളിൽ 26 വലിയ മനുഷ്യജീവികൾ വിലപ്പെട്ട മനുഷ്യജീവികളാണ് നമുക്ക് വന്യമൃഗ ആക്രമണത്തിലൂടെ നഷ്ടമായിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ ഏതാണ്ട് 510ഓളം വിലപ്പെട്ട മനുഷ്യജീവികൾ വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര ഗൗരവമുള്ള കാര്യമാണ് നാം ഇന്ന് സമരപരിപാടിയിൽ ഏറ്റെടുത്തിരിക്കുന്നുള്ളത്. ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സി. സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ.ഡി. അനീഷ് സ്വാഗതം ആശംസിച്ചു. ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. കെ. കുമാർ, രതീഷ് വരകമല, മുരളി, രത്നമ്മ ഗോപിനാഥ്, വി. വിനോദ്, രവീന്ദ്രൻ തോമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.